ഹലോ നമസ്കാരം. മഴതോരും മുമ്പയുടെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആട്ടോ പറയാൻ പോകുന്നത്. എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. അതായത് അലീനയോട് മനു ചോദിക്കുന്നുണ്ട്, വൈജി ആൻറ്റിക്ക് ഒരു ക്ലൂ എങ്ങനെ കൊടുക്കും? അതായത് വൈജി ആൻറ്റിയുടെ മകൾ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം പറയണോ, അതോ അല്ലെങ്കിൽ ബാലചന്ദ്രൻ അങ്കിളുടെ മകളല്ല അലീന, ആൻറ്റിയുടെ മകളാണ് എന്നുള്ള കാര്യം പറയണോ, അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ പറ്റിയൊരു ക്ലൂ കൊടുക്കും? എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണമല്ലോ എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട മനുവേട്ട, അതൊക്കെ വലിയ പ്രശ്നങ്ങളാകും എന്ന് പറയുമ്പോൾ മനു പറയുന്നത്, അതൊക്കെ ഒന്ന് ആലോചിക്കണം. എന്തായാലും വൈജയന്തിയെ അടക്കി നിർത്തണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംസാരം സംസാരിച്ചേ പറ്റത്തുള്ളൂ, അല്ലാതെ നടക്കില്ല എന്ന് പറയാണ് മനു. അതേസമയം ഹോസ്പിറ്റലിലെത്തുന്ന ബാലചന്ദ്രനും അതുപോലെ ഗംഗാധരനും അവിടെ ഹോസ്പിറ്റലിലെത്തുന്ന സമയത്ത് ഗംഗാധരൻ മാത്രമാണ് വൈജയെ കാണാനായിട്ട് പോകുന്നത്. ആ സമയത്ത് വൈജയെക്കുറിച്ച് അലീനയും ബാലചന്ദ്രനെയും കുറിച്ച് മോശമായിട്ട് വൈജ വീണ്ടും സംസാരിക്കുമ്പോൾ, അതായത് അലീന ബാലചന്ദ്രന് ഏതോ ഒരു വേശ്യയിൽ ജനിച്ച മകളാണ് എന്ന് പറയുമ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, ആഗ്രയിലും നീ അങ്ങനെയായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വൈജയ്ക്ക് ഉത്തരമില്ല. പക്ഷേ ബാലചന്ദ്രനെക്കുറിച്ച് വൈജ പറയുന്ന കാര്യം കേട്ട് ആകെ ഞെട്ടിപ്പോവുകയാണ് ഗംഗാധരൻ. അതായത് ബാലചന്ദ്രൻ നിങ്ങളെ എല്ലാവരെയും പറ്റിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് അലീന ഒരിക്കലും ബാലചന്ദ്രൻ്റെ മകളല്ല. അലീന കടപ്പാട്ടൂർ വീട്ടിലെത്തിയത് മുതൽ, അല്ലെങ്കിൽ കൊല്ലപ്പള്ളിയിൽ എത്തിയത് മുതലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ച് നോക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും അലീന സ്വന്തം മകളാണെങ്കിൽ ഒരച്ഛനും ഒരിക്കലെങ്കിലും അത് ഏതെങ്കിലും സമയത്ത് പ്രകടിപ്പിക്കും. പക്ഷേ ബാലചന്ദ്രൻ്റെ ഇടയിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വേലക്കാരി പെണ്ണ് അത്രമാത്രം. ആ ഒരു ഹോം നേഴ്സിന് കൊടുക്കുന്ന ദയയും പരിഗണനയും മാത്രമാണ് ബാലചന്ദ്രന് കൊടുത്തത്. പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് ബാലചന്ദ്രൻ്റെ മകളായി അലീന മാറി? അത് തന്നെ ഏറ്റവും വലിയ ഒരു പറ്റിക്കലല്ലേ. അതായത് അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ബാലചന്ദ്രൻ്റെ ലക്ഷ്യം വേറെ എന്തോ ആണ് എന്ന് പറയുമ്പോൾ ഗംഗാധരൻ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. വൈജയന്തി ഇത്രയൊക്കെ കാട് കയറി ചിന്തിച്ചു എന്നുള്ളതിൽ കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് ഗംഗേട്ട, നിങ്ങളെയൊക്കെ പറ്റിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട്, അത് എന്തെങ്കിലും ആവട്ടെ, ഞങ്ങളെ പറ്റിക്കാതിരിക്കുക എന്തെങ്കിലും ആവട്ടെ, നിനക്ക് നിൻ്റെ കാര്യം അറിയാലോ, മറ്റുള്ളവരെ കാര്യം വേണ്ട, നിനക്ക് നിൻ്റെ കാര്യം അറിയാലോ, നിനക്ക് നിൻ്റെ പാസ്റ്റ് അറിയാലോ, അത് വെച്ചിട്ട് നിനക്ക് ആ ബാലചന്ദ്രൻ്റെ മുന്നിൽ 4 നേരം കൈകൂപ്പി തൊഴേണ്ട ഒരു തെറ്റ് ചെയ്തവളാണ് നീ, എന്നിട്ടും അയാളോട് തട്ടിക്കയറാനല്ലേ നീ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ, ഞാൻ ഇങ്ങനെയാണ് ഗംഗേട്ട, ശരിയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഇനി എനിക്ക് മാറാൻ പറ്റത്തില്ല എന്നതിനൊരു വാശിയിൽ പറയണം. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ സമ്മതിച്ചു, എൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ്, ഞാനാണ് തെറ്റുകാരി, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലോ, ഞാനിനി എന്ത് സഹായം ചോദിച്ചും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല, ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ, ഇപ്പോഴും നിൻ്റെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അല്ലേ എന്ന് പറയണം. അപ്പോൾ വീണ്ടും വൈജ ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വൈജയ്ക്ക് പെട്ടെന്ന് വേദനിക്കണം, പെട്ടെന്ന് വായടിച്ച് പോകുന്നുണ്ട്. ആ സമയത്ത് സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങനെ ഒച്ചയിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗംഗാധരനോട് പുറത്തേക്ക് പോകാൻ പറയണം. അങ്ങനെ ഗംഗാധരൻ പുറത്തേക്ക് വന്നിട്ട് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അതെ ബാലേന്ദ്ര, എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആവാൻ നോക്കിക്കൂടെ? ഒന്ന് വൈജിയാണെങ്കിൽ ഭയങ്കര വാശിയിലാണ്, കടപ്പാട്ടൂരേക്ക് വരില്ല, അലീനയുള്ള വീട്ടിലേക്ക് വരില്ല എന്നാണ് പറയുന്നത്, അലീനയെ തൽക്കാലത്തേക്കൊന്ന് മാറ്റി താമസിപ്പിച്ചൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പറ്റില്ല ഗംഗേട്ട, അതിനെപ്പറ്റി ഗംഗേട്ടൻ സംസാരിക്കേണ്ട എന്ന് തന്നെ പറയാണ്. അപ്പോൾ ബാലചന്ദ്രനും ഭയങ്കര വാശിയിൽ, വൈജിയും ഭയങ്കര വാശിയിൽ, ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നറിയാത്തൊരവസ്ഥയിലാണ്. ഗംഗേട്ട, ഇനി ഞാൻ അവളുടെ മുന്നിൽ കൈകൂപ്പി തൊഴുതു നിൽക്കണോ? അവൾക്ക് ഇതുപോലെ വേറെയും ആളുകളുടെ കൂടെ, കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കാനും അതുപോലെ അവരുടെയൊക്കെ കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും ഞാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കണോ? അതിനൊക്കെ കാവൽ നിൽക്കുന്ന കാവൽപ്പട്ടിയാവണോ ഞാൻ? എന്താണ് ഗംഗേട്ടൻ പറയുന്നതിൻ്റെ അർത്ഥം? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് ഞാൻ അവളുടെ മുന്നിൽ തൊഴുത് കൈകൂപ്പി നിൽക്കണമെന്നാണ് ഗംഗേട്ടൻ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗംഗാധരന് വായ അടഞ്ഞു പോകണം, കാരണം ഉത്തരമില്ല. അപ്പോൾ പിന്നീട് ബാലചന്ദ്രൻ തന്നെ പറയുന്നുണ്ട്, ഗംഗേട്ടന് പോകാനുള്ള ടാക്സി താഴെ വന്നിട്ടുണ്ട്, ഞാൻ വരാം, അങ്ങോട്ടേക്ക് വരാം, ഗംഗേട്ടൻ പോവില്ലെന്ന് ചോദിക്കുമ്പോൾ അതെ പോവുകയാണ് എന്ന് പറഞ്ഞ്, കൂടുതൽ ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട ഗംഗേട്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ്.
അങ്ങനെ പോയതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് കടപ്പാട്ടൂർ വീടാണ്. കടപ്പാട്ടൂർ വീട്ടിൽ മനു അലീനയോട് പറയുന്നുണ്ട്, എന്നാൽ ഞാൻ പോട്ടെ, ഇനിയിപ്പോൾ ഒന്ന് ആൻറ്റി ഒന്ന് കാണണം, അതിനുശേഷം വീട്ടിൽ പോകണം, അതിനുശേഷം എനിക്ക് വർക്ക് സൈറ്റിലോട്ട് പോകണം, ജോലി സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്കും കൃഷ്ണമോൾക്കും ഇത്തിരി സാഡ് ആവുന്നുണ്ട്. കാരണം ഇത്രയും നേരം മനു ഉണ്ടായപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും കൂളായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് മനു പോകുമ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പോൾ മനു പോകുമ്പോൾ അലീനയോട് പറയുന്നുണ്ട്, ഞാൻ വിളിക്കാം, എടുക്കാതിരിക്കരുത്, ഞാൻ മെസ്സേജ് അയക്കാം, റിപ്ലൈ തരണം എന്നൊക്കെ പറയുമ്പോൾ അത് മനുവേട്ടൻ പേടിക്കണ്ട, ചേച്ചി റിപ്ലൈ തന്നില്ലെങ്കിൽ ഞാൻ റിപ്ലൈ തന്നിരിക്കും എന്ന് പറയണം. ഞാൻ അയക്കുന്ന മെസ്സേജിനെങ്ങാനും നീ റിപ്ലൈ തരേ ഞങ്ങളുടെ ചാറ്റ് എടുത്ത് വായിക്കുകയും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞ ആ നിമിഷം ഞാൻ പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വരും എന്ന് പറയണേ. അയ്യേ, ഈ മനുവേട്ടൻ എന്താ പറയണേ, മറ്റൊരാളുടെ ചാറ്റ് എടുത്ത് ഞാൻ വായിക്കുന്നില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണ് എന്ന് കൃഷ്ണ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് അങ്ങനെ മനു യാത്ര പറഞ്ഞു പോവാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ ഗംഗാധരനെ കാറിൽ കയറ്റി വിട്ടതിന് ശേഷം പോകുന്ന സമയത്ത് മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആ മനു നീ ഇങ്ങോട്ടേക്ക് വന്നോ, നീ ഇങ്ങോട്ടേക്ക് വരണ്ടാന്ന് ഓർത്തിട്ടല്ലേ ഞാൻ വേണ്ടാന്ന് വെച്ചത്, ഞാൻ ഗംഗേട്ടനെ കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിലേ ഞാൻ ഏതായാലും എറണാകുളത്തേക്ക് തിരിച്ചു പോകണം, അപ്പോൾ ആൻറ്റിയെ കണ്ടിട്ടൊന്ന് പോകാമെന്ന് കരുതി, അതാണ് ഞാൻ വന്നത് എന്ന് പറയുന്നുണ്ട്. ആ എന്നാൽ ചെല്ല്, നിൻ്റെ ആൻറ്റി എല്ലാവരെയും കാണാനായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്, നീ ആണ്ട് ചെന്ന് കയറി കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറയണം. അങ്ങനെ മനു അലീനെ അങ്ങനെ വൈജയെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, അധികം സംസാരിക്കരുത് കേട്ടോ, ഇപ്പോൾ തന്നെ ഒരു ആൾ വന്നിട്ട് സംസാരിച്ച് പോയതേ ഉള്ളൂ, ആകെ ബുദ്ധിമുട്ടായി പേഷ്യൻറ്റിന് എന്ന് പറയുമ്പോൾ, ഇല്ല സിസ്റ്ററെ, ഞാൻ അധികം സംസാരിക്കാനൊന്നും നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി പേഴ്സണൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, ഞാൻ മാറി തരണോ എന്ന് ചോദിക്കുമ്പോൾ, മാറി തന്നാൽ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്, ഒരുപാട് സ്ട്രെയിൻ എടുത്ത് സംസാരിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് സിസ്റ്റർ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ മനു അവിടെ ഇങ്ങനെ കസേരയിൽ ഇരുന്നിട്ട് വൈജയോട് സംസാരിക്കുന്നുണ്ട്. ആൻറ്റി എന്താണിപ്പോൾ ആൻറ്റിക്ക് ബുദ്ധിമുട്ട്, എന്തെങ്കിലും വേദന, ഇച്ചിരി എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിക്കുന്നത് യുക്തിയല്ല, പക്ഷേ എന്നാലും ചോദിച്ചു പോവാണ്. ഇപ്പോൾ എന്താണ് ആൻറ്റിയുടെ പ്രോബ്ലം എന്നൊക്കെ ചോദിക്കുമ്പോൾ, നീ എന്താ മനു എന്നെ കളിയാക്കാൻ വേണ്ടി വന്നേക്കാണോ, എൻ്റെ ഈ അവസ്ഥ കണ്ട് സന്തോഷിക്കാൻ വേണ്ടി വന്നേക്കാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട്, അതെന്താ ആൻറ്റി അങ്ങനെ പറയുന്നത്, ഈ അവസ്ഥ അറിഞ്ഞ നിമിഷം മുതലുണ്ടായ ഷോക്ക് ഇപ്പോഴും ശരിക്കും മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ, നീ വെറുതെ ഇങ്ങനെ പറഞ്ഞ് എൻ്റെ മുന്നിൽ നല്ല പിള്ള ചമയാനായിട്ട് നിൽക്കണ്ട, നീയൊക്കെ അവരുടെ സൈഡല്ലേ, നിനക്ക് എൻ്റെ ഭാഗത്ത് നിൽക്കാനല്ലല്ലോ എന്ന് പറയുമ്പോൾ, ഞാൻ എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്താണ് ആൻറ്റി നിൽക്കുന്നത്, അത് ആൻറ്റിക്ക് അറിയില്ലേ എന്ന് പറയുമ്പോൾ, അവൻ്റെ ഒരു ന്യായം എന്ന് പറയുന്നുണ്ട്. ആൻറ്റിയുടെ പ്രശ്നം ഇപ്പോൾ എന്താണ്, അലീനയാണോ അതോ ബാലചന്ദ്രൻ അങ്കിളാണോ, അത് എന്താണ് ആൻറ്റിയുടെ യഥാർത്ഥ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, അലീനയാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ പറയണ. അവൾ വന്നതിന് ശേഷമല്ലേ ബാലചന്ദ്രൻ്റെ സ്വഭാവം തന്നെ മാറിയത്, അപ്പോൾ അവളല്ലേ വീട്ടിൽ നിന്ന് പോവേണ്ടത് എന്ന് പറയുമ്പോൾ, അവൾ വന്നതിന് ശേഷമല്ല ആൻറ്റിയുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഉണ്ടായത്, അതിന് മുൻപും പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ആൻറ്റി ആ പ്രോബ്ലമൊക്കെ ഉള്ളിൽ ഒതുക്കി 23 വർഷം നടക്കുകയായിരുന്നില്ലേ എന്ന് പറയണം. ആ ഒരു 23 വർഷത്തിൻ്റെ കണക്ക് കേട്ടപ്പോൾ തന്നെ വൈജൊന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ മനു നീ പറയണത്, എന്താ നീ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുമ്പോൾ, അല്ല ആൻറ്റി, അങ്കിളിന് ഇങ്ങനൊരു അഫെയർ ഉണ്ടായിരുന്നു, അതിലൊരു മകൾ ജനിച്ചു, അത് 23 വർഷങ്ങൾക്ക് മുൻപ് നടന്ന കാര്യമല്ലേ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, അത് ബാലചന്ദ്രൻ്റെ മകളൊന്നുമല്ല അലീന, ബാലചന്ദ്രൻ വെറുതെ പറയുന്നതാണ്, അത് എനിക്കറിയാം, ബാലചന്ദ്രന് അങ്ങനെ ഒരു അഫെയറും ഇല്ല, അങ്ങനൊരു ആ ബന്ധത്തിലൊരു മകളും ഇല്ല, അങ്ങനെ അഫെയർ ഉണ്ടെങ്കിൽ പോലും അതിലൊരു മകളില്ല, അതൊക്കെ വെറുതെ പറയുന്നതെന്ന് പറയുമ്പോൾ, അപ്പോൾ ആൻറ്റിക്ക് അറിയാം അങ്കിള് പക്ക ക്ലീനാണെന്ന്, അങ്കിളിൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവില്ല എന്ന് ആൻറ്റിക്ക് അറിയാം, എന്നിട്ടും ആൻറ്റിയാണോ അപ്പോൾ ഇത്രയും വർഷമായിട്ട് അങ്കിളിനെ ചതിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ വൈജി ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയുന്നുണ്ട്, അതേ ഞാൻ ചുമ്മാ ചോദിച്ചു എന്നേ ഉള്ളൂ, ശരിക്കും പറഞ്ഞാൽ അലീന ബാലചന്ദ്രൻ അങ്കിളുടെ മകൾ തന്നെയാണ് എന്ന് പറയണം. ഇതിപ്പോൾ അങ്കിളുടെ മകളായതുകൊണ്ടാണോ ആൻറ്റിക്ക് അംഗീകരിക്കാൻ മടി എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ എവിടെ നിന്ന് വന്നു ഇങ്ങനൊരു മകൾ, ഞാനും 3 മക്കളും മാത്രമേ ആ വീട്ടിലുണ്ടാവാൻ പാടുള്ളൂ, ഞാനല്ലേ ഭാര്യയിൽ ജനിച്ച മക്കളല്ലേ ഒറിജിനൽ മക്കൾ എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒറിജിനലി ഡ്യൂപ്ലിക്കേറ്റ് എന്നൊന്നുമില്ല, സ്വന്തം ഒരു പുരുഷന് ആരിലൊക്കെ മക്കൾ ജനിച്ചാലും അത് ഒറിജിനൽ മക്കൾ തന്നെയാണ്, അതിന് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് മനു.
അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട്, എന്നാലും ഞാനല്ലേ ഭാര്യ, ഞങ്ങളല്ലേ നിയമപരമായിട്ട് വിവാഹം കഴിച്ചത്, അപ്പോൾ എൻ്റെ മക്കളല്ലേ ബാലചന്ദ്രൻ്റെ മക്കൾ, അവർക്കല്ലേ മുൻഗണന എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല, മുൻഗണന എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് എന്ന് പറയണം. അപ്പോൾ വൈജയോട് മനു ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ നേരെ മറിച്ച് ആൻറ്റിയുടെ ഭാഗത്താണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആൻറ്റി വിവാഹത്തിന് 23 വർഷങ്ങൾക്ക് മുൻപ് ഒരാളുമായിട്ട് പ്രണയത്തിലാവുകയും ആൻറ്റി ഇപ്പോൾ ആഗ്രയിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്തിരുന്നതല്ലേ. അപ്പോൾ ആഗ്ര എന്ന് കേൾക്കുമ്പോൾ തന്നെ വൈജയുടെ മുഖം മാറുന്നുണ്ട്. മനു അത് ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആഗ്രയിലൊക്കെ പോയി ജോലി ചെയ്തിരുന്നതല്ലേ, അവിടെ വെച്ച് ആൻറ്റിക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയിരുന്നോ? അതല്ല ഇനി കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പ്രണയം തോന്നിയോന്നാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ മനു തന്നെ പറയുന്നുണ്ട്, കോളേജിൽ പ്രണയമൊന്നും ഇങ്ങനെ വലിയ ഡീപ്പ് ആവില്ലല്ലോ. ഇനിയിപ്പോൾ ആൻറ്റി ആഗ്രയിലൊക്കെ പോയി താമസിച്ച് അവിടെയൊക്കെ ജോലി ചെയ്തില്ലേ, ഇനി അവിടെ വെച്ച് ആൻറ്റിക്ക് ആരോടെങ്കിലും പ്രണയം തോന്നിയിരുന്നോ? ഇനി അങ്ങനെ ഒരു പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു റിലേഷനിലേക്ക് പോവുകയും അതിൽ ആൻറ്റിക്കൊരു കുഞ്ഞ് ജനിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിപ്പോൾ വളർന്ന് വലുതായി ആൻറ്റിയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻറ്റി എന്തായിരിക്കും ചെയ്യുക? ആ കുഞ്ഞിനെ ദത്തെടുക്കുമോ? ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുമോ? അതോ ആ കുഞ്ഞിനെ തൻ്റെ ഭർത്താവിനും മക്കൾക്കും ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ തെരുവിലേക്ക് വലിച്ചെറിയോ എന്ന് ചോദിക്കുമ്പോൾ മനുവിൻ്റെ ഓരോ ചോദ്യത്തിലും എന്തൊക്കെയോ 100 അർത്ഥങ്ങൾ കാണുകയാണ് വൈജയന്തി. മനുവിന് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം എന്നുള്ളത് വൈജയന്തിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ വൈജയന്തിയുടെ മുഖം ആകെ വെപ്രാളത്തിൽ ഇങ്ങനെ, മനു നീ എന്തൊക്കെയാണ് പറയുന്നത്, എനിക്ക് എന്താ നീ പറയണമെന്ന് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ആൻറ്റി വെറുതെ വീണെടുത്ത് കിടന്ന് ഉരുളാൻ നിൽക്കണ്ട. ആൻറ്റിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അലീനയല്ല, ആൻറ്റിയുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ആൻറ്റി തന്നെയാണ്. ആൻറ്റി 23 വർഷം മുൻപ് ഒരാളെ പ്രണയിക്കുകയും അയാളോടൊത്ത് ജീവിക്കുകയും അതിലൊരു പെൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തതായിട്ട് എനിക്കറിയാം എന്ന് പറയുമ്പോൾ വൈജയന്തി ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ ആൻറ്റിയോട് പറയട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്താ എന്ന് ചോദിക്കുമ്പോൾ മനു ഇങ്ങനെ ആദ്യം ആലോചിക്കുന്നുണ്ട് ഇങ്ങനെ പറയാനായിട്ട്. ആൻറ്റി അന്ന് പ്രസവിച്ച ആ മകൾ ഇന്നും ജീവനോടെ ഇരിപ്പുണ്ട്, ആൻറ്റിയുടെ കൺമുന്നിൽ തന്നെ ജീവനോടെ ഇരിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയണമെന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് വേണ്ടാന്ന് വെക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, അല്ല നീ എന്താണ് പറയാൻ വന്നത്, അത് പറ എന്ന് പറയുമ്പോൾ, അല്ല ആൻറ്റി അന്ന് പ്രസവിച്ച ആ പെൺകുഞ്ഞ് മരിച്ചു പോയി എന്നല്ലേ ആൻറ്റിയോട് എല്ലാവരും പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും മനു എല്ലാ കാര്യങ്ങളും അറിഞ്ഞില്ലേ. അപ്പോൾ മനു പറയുന്നുണ്ട്, എന്നാൽ അങ്ങനെയല്ല, ആ കുഞ്ഞ് അന്ന് മരിച്ചിട്ടുണ്ടായിരുന്നില്ല, ആ കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്തത് എന്ന് പറയുമ്പോൾ വൈജയന്തി ഞെട്ടിപ്പോവാണ്. എന്താ നീ പറയുന്നത് എന്ന് ചോദിക്കണം. അതേ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ആൻറ്റി അന്ന് പ്രസവിച്ച കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ കൊണ്ടുപോയത് ഒരു ഓർഫനേജിലേക്കായിരുന്നു എന്ന് പറയണം. പക്ഷേ ആൻറ്റിക്ക് ഭാഗ്യമില്ല കേട്ടോ, ആ കുഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴേക്ക് അസുഖം വന്ന് മരിച്ചു പോവുകയും ചെയ്തു എന്ന് പറയണം. ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ, ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന് ആൻറ്റി അറിയണ്ട, ഇതൊക്കെ എനിക്കും കൂടി അറിയാമെന്ന് ആൻറ്റി മനസ്സിലാക്കിയാൽ മതി. ആൻറ്റി ഇവിടെ കിടന്ന് ഒരുപാട് തുള്ളുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അലീനയെ മാറ്റണമെന്നൊക്കെ പറയുമ്പോൾ ആൻറ്റിയുടെ ഭാഗത്തും ഇതുപോലെയുള്ള ഒരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആൻറ്റി കൂടി മനസ്സിലാക്കണമെന്ന് പറയാണ് മനു. ഇനി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മനു അവിടെ നിന്ന് പോകുന്നുണ്ട്. മനു പോയതിന് ശേഷം ആ ഒരു ഞെട്ടലിൽ നിന്ന് മുക്തമാവാതെ ഇങ്ങനെ കിടക്കുകയാണ് വൈജയന്തി. മനു എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, ഇനി ബാലചന്ദ്രൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമോ, ഗംഗേട്ടൻ വന്നപ്പോഴും ഇതിനെപ്പറ്റി സൂചിപ്പിച്ചു, എന്താ ഇവിടെ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള ഒരു ആശങ്കയിലാണ് നമ്മുടെ വൈജ ഇരിക്കുന്നത്.